ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമിയുടെ ആദ്യത്തെ ബാച്ചിൽ തന്നെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഡോക്ടർ ജയന്തി. സോ ഹൗ ഫോട്ടോൺ കോൺട്രിബ്യൂട്ട്, എങ്ങനെയാണ് ജയന്തിയിലേക്ക് ഫോട്ടോണിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വന്നത്? ഇതിപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഒന്നും അറിയാത്തൊരു ബ്ലാങ്ക് ഷീറ്റുമായിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകുന്നു. അവിടെ എഴുതപ്പെടുന്ന ആദ്യ വാക്കുകൾക്കൊരു പ്രാധാന്യമുണ്ടല്ലോ. നമ്മൾ മണൽ ഹരിശ്രീ എന്ന് എഴുതുമ്പോൾ ഉള്ളൊരു, അതാണ് എനിക്ക് ഫോട്ടോൺ തന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ബ്ലാങ്കായിട്ട് എനിക്ക് ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിറയെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. എന്താണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് വായിക്കേണ്ടത്, ഒരു ഐഡിയ ഇല്ല. ഞാൻ വേറൊരു പരിശീലന കേന്ദ്രത്തിലും പോയിട്ടുമില്ല. കേസിന് അപ്ലൈ ചെയ്തു, അവിടെ പോയി. ആദ്യത്തെ ദിവസം തന്നെ ഒരു ബുക്കും പേപ്പറുമായിട്ട് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നപ്പോഴാണ് അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ്, ആ ഒരു സിസ്റ്റമാറ്റിക് രീതി എന്ന് പറയുന്നത് എന്നെ വളരെയധികം സ്വാധീനിച്ചു. കാരണം പിറ്റേന്ന് മുതൽ തലേന്ന് കണ്ട ആളല്ല ഞാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനൊന്നും അല്ല വേണ്ടത്. അപ്പം അങ്ങനെ എങ്ങനെയാണ് പറയേണ്ടത്, എല്ലാ ലെവലിലും ഫോട്ടോൺ എന്നുവെച്ചാൽ വേറൊരെണ്ണമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ അറിയത്തില്ല. ഫോട്ടോൺ എന്നെ അത്രമാത്രം ഹെൽപ്പ് ചെയ്തു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ബാക്കി നമ്മുടെ എഫേർട്ടുണ്ട്, പക്ഷേ ആ ഒരു പാത്ത് കാണിച്ചു തരാൻ ഫോട്ടോണിന് സാധിച്ചു. അതിൻ്റെ ഒരു തെളിവാണല്ലോ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്.